മടി അതൊരു പ്രശ്നം തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. മടിയില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ മടി എങ്ങനെയാ മാറ്റുക എന്നുള്ളത്. തീർച്ചയാണ്, മടി മാറാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ മടി മാറ്റാവുന്നതേയുള്ളൂ. നമ്മൾ ചിന്തിക്കും, ഞാൻ എത്ര ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എൻ്റെ മടി മാറുന്നില്ല, എനിക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ആ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടാതെ പോകുന്നത്? വീണ്ടും വീണ്ടും നമ്മൾ ഈ മടി എന്ന് പറയുന്നതിലോട്ട് തന്നെ വീഴുന്നത് എന്തുകൊണ്ടാണ്? അതിന് 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്താൽ ഈ പറയുന്ന മടി വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ എന്നല്ലേ ചിന്തിക്കുന്നുണ്ടാവുക? വരട്ടെ, പറയാം. ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ വെച്ചോളൂ. നാളെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോകുന്നുണ്ട്. നിങ്ങൾക്കിന്ന് ഒട്ടും വയ്യ. പക്ഷേ ആ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീമിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു യാത്രയാണ് എന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ക്ഷീണമെല്ലാം മാറ്റിവെച്ച് ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തില്ലേ? അവിടെ നമ്മൾ മൊബൈൽ നോക്കി അല്ലെങ്കിൽ വേറെ പലതിനും സമയം കണ്ടെത്തി മടിയുള്ളവരായി തന്നെ ഇരിക്കുമോ? ഒന്ന് ചിന്തിക്കൂ. അപ്പോൾ എന്താണ് നമ്മുടെ ആ സമയത്തെ മടി മാറ്റാൻ ഉണ്ടായ കാരണം? 1, ആഗ്രഹം. ആ യാത്ര പോവുക എന്ന് പറയുന്ന ആഗ്രഹം തന്നെയാണ് നമ്മളെ മടി എന്ന് പറയുന്ന കാരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന്. അതൊക്കെ പണ്ട് കേട്ടോ. ഇന്ന് കുന്നോളം ആഗ്രഹിച്ചാൽ അതിനപ്പുറത്തേക്കാണ് കിട്ടുന്നത്. കാരണം നമ്മൾ ഏതൊരു കാര്യം ആയിക്കൊള്ളട്ടെ, ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഡിസയറോടുകൂടി നമ്മൾ ആ കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ആ കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് എന്തും ആയിക്കൊള്ളട്ടെ. നമ്മളൊരു ജിമ്മിൽ പോകുന്നൊരു വ്യക്തി എടുക്കാം. എനിക്ക് വയ്യ, രാവിലെ നേരത്തെ എണീറ്റ് ജിമ്മിൽ പോകാൻ വയ്യ എനിക്ക് എന്ന് പറയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ജിമ്മിൽ പോവാൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണല്ലേ. 1 മടിയാണ്, 2 ഞാൻ എത്ര നേരത്തെ എണീറ്റാലും ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, സോ ഞാൻ അവിടെ പോകുമെന്ന് പറയും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നതാണ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ദൃഢനിശ്ചയം എന്ന് പറയാം. ഏതു കാര്യത്തെയും നമ്മൾ ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. എനിക്ക് ജിമ്മിൽ പോയേ പറ്റുള്ളൂ, എൻ്റെ ഹെൽത്ത് കണ്ടീഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിമ്മിൽ പോകുക എന്ന് പറയുന്നത്. കൂടാതെ എനിക്ക് ഭയങ്കര ആഗ്രഹം കൂടിയാണത് എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ഥലത്ത് പോവാതെ നമുക്ക് പറ്റില്ല എന്ന കാര്യത്തിലോട്ടാണ് നമ്മുടെ മൈൻഡ് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ നമ്മളെ ജിമ്മിൽ പോകുക എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരിക്കലും വേറൊരാൾക്കും പറ്റില്ല. കാരണം ആ പോകുന്ന പർപ്പസ് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലേ, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ചുറ്റും എത്രയൊക്കെ ആൾക്കാരുണ്ടെങ്കിലും അത് നമ്മൾ പൂർത്തിയാക്കിയിരിക്കും. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഡെഡിക്കേഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹത്തോടു കൂടി, ഞാൻ ഭയങ്കര ഉറച്ച മനസ്സോടുകൂടി, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയി ഞാൻ ജിമ്മിൽ പോവും എന്നതിനപ്പുറത്തേക്ക് നമ്മളെ ഒരു കാര്യത്തിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യാതെ നമ്മുടെ മൈൻഡോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയോ ഇരിക്കാൻ പറ്റുക? കാരണം നമുക്ക് ആഗ്രഹമുണ്ടല്ലേ ആ കാര്യത്തിന്. ഒരു മിഠായി കഴിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അയാൾ എങ്ങനെയും ആ മിഠായി നേടിയെടുത്തിരിക്കും, ഒരു കുഞ്ഞാണെങ്കിൽ പോലും. അതുപോലെ തന്നെയാണ് ഏറ്റവും ആദ്യം വേണ്ടത് ആഗ്രഹം തന്നെയാണ്. ആഗ്രഹവും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറ്റി നിർത്താവുന്ന ഒന്നാണ്.
ഇനി നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം ജിമ്മിൽ പോകുക എന്ന് പറയുന്നതിൻ്റെ ആഗ്രഹം ആ സ്ഥലമാണോ അതോ നമ്മളുടെ ഹെൽത്താണോ? ഇപ്പോൾ ഹെൽത്ത് ആണെന്ന് വിചാരിക്കാം നമുക്ക്. ഹെൽത്ത് ആണെങ്കിൽ ജിമ്മിൽ പോകാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അതല്ലാതെ നമുക്ക് എങ്ങനെ ഹെൽത്തിന് ഓറിയൻറ്റഡ് ആയിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് വേറെ രീതികളിലൂടെ എനിക്ക് ആ കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അതിന് പല വഴികളുണ്ടാവും. നമുക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും, വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും, ജിമ്മിൽ പോകാൻ പറ്റും. ഇങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് 3, 4, 5, 6 വഴികളുണ്ടാവും. ഇതിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതി ഏതാണ് എന്ന് തീരുമാനിക്കുക. ആ കാര്യം നമ്മൾ വളരെ ആഗ്രഹത്തോടു കൂടി, വളരെ ഡിറ്റർമിനേഷനോടുകൂടി, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ മടി എന്ന് പറയുന്ന ഒരു കാരണം നമ്മുടെ ലൈഫിലേ ഉണ്ടാവില്ല. ഇപ്പോഴും മടിയുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് നമ്മുടെ മടി മാറ്റാനുള്ള ഒരു ട്രിക്കാണിത്.